വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ബാഴ്സ വേഴ്സസ് ബെൻഫിക്ക മാച്ചിൻ്റെ പ്രിവ്യൂ ആണ്. റൗണ്ട് ഓഫ് 16 സെക്കൻഡ് ലെഗ് മാച്ചാണ്. ഫസ്റ്റ് ലെഗ് മാച്ച് ബെൻഫിക്കൻ്റെ ഹോമിൽ നടന്ന മാച്ചിൽ നമുക്ക് 1-0 വിക്ടറി നേടാൻ വേണ്ടി പറ്റി. 10 പേരായിട്ടാണ് ഓൾമോസ്റ്റ് 70 മിനിറ്റോളം നമ്മൾ കളിക്കുന്നത്. 60 മിനിറ്റോളം കളിക്കുന്നത്. പക്ഷേ പ്ലേയേഴ്സ് സ്റ്റെപ്പ് ചെയ്തു. ഹീറോയിക് ലെവലിലുള്ള പെർഫോമൻസ് എല്ലാവരും കാഴ്ചവെച്ചു. അങ്ങനെ ബെൻഫിക്കനെ നമ്മൾ തടഞ്ഞു നിർത്തി. എസ്പെഷ്യലി സെസൻ്റെ പെർഫോമൻസ്, റഫീഞ്ഞിൻ്റെ പെർഫോമൻസ്, പെഡ്രി എല്ലാവരും ഗംഭീരമായിട്ട് കളിച്ചു. അപ്പോൾ സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് ബാഴ്സ തന്നെയാണ് ഫേവറേറ്റ്സ്. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം ബാഴ്സൻ്റെ ഹോമാണ്. ബെൻഫിക്കൻ്റെ ഹോമിൽ പോയിട്ട് നമ്മൾ അവരെ ഓൾറെഡി അടിച്ചതാണ്, അതും 10 ആളെ വെച്ചിട്ട്. അപ്പം അതൊക്കെ കാരണം കിട്ടുന്നൊരു ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഗതി ശരിക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ബാഴ്സയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇപ്പം ഒസാസുനൻ്റെ മാച്ച് വരാനിരുന്നതാണ്. പക്ഷെ ആ മാച്ച് നടന്നില്ല. കാരണം നമ്മുടെ കാർലസ് മെനാറ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ടീം ഡോക്ടറുടെ മരണം കാരണം. അപ്പോൾ സെക്കൻഡ് ലെഗിൽ ഹോമിൽ വെച്ചിട്ട് ഒരു ഗംഭീര വിജയം നേടിയിട്ട് അത് കാർലസ് മിനോറ കൊണ്ട് സമർപ്പിക്കുക. അതാണ് ബാഴ്സയുടെ പ്ലേയേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ നമ്മൾ പ്രിവ്യൂയിലേക്ക് വരുന്ന സമയത്ത് ബാഴ്സൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് നിൽക്കുന്ന 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എന്തെങ്കിലും മണ്ടത്തരം വരുത്തുമെന്നാണ്. അതായത് കഴിഞ്ഞൊരു മാച്ചിൽ കുബാർസി റെഡ് കാർഡ് മേടിച്ചു. പക്ഷെ നമ്മൾ സർവൈവ് ചെയ്തു, ഡിഫൻസ് സ്റ്റെപ്പ് ചെയ്തു, സെസനി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തെ UCL നമ്മുടെ അറാഹോ റെഡ് കാർഡ് മേടിച്ചതാണ് എല്ലാം പാളിയത്. അതേപോലെ എന്തെങ്കിലും ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ സർവൈവ് ചെയ്ത പോലെ നമ്മൾ ഈ മാച്ചിൽ സർവൈവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ക്ലിനിക്കലാവോ ഇല്ലേ എന്നുള്ളതാണ്. അതായത് നമ്മൾ ടീമിൽ യമാലുണ്ട്, പെഡ്രി ഉണ്ട്, ബാൾഡെ ഉണ്ട്. ഇവരൊക്കെ നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യും. ഇവൻ കൂണ്ട പോലും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ഫ്രം സീറോ. അതായത് ഒരു നോർമൽ ബോള് കൂണ്ടൊക്കെ ഇപ്പോൾ പോസ്റ്റിലേക്ക്, ബോക്സിലേക്ക് എത്ര മനോഹരമായിട്ടാണ് തൂക്കിയിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ചാൻസസ് കിട്ടും. പെഡ്രിക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ചാൻസസ് കിട്ടും. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യും. കഴിഞ്ഞ ബെൻഫിക്കനായിട്ടുള്ള മാച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ, അതല്ല ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കളിച്ച മാച്ച് അത് എടുക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസ് കിട്ടിയത് ഓർമ്മ ഉണ്ടോ? റഫീഞ്ഞ അടിച്ചു, പിന്നെ ലെവൻഡോസ്കി അടിച്ചു, പിന്നെ യമാൽ എന്തോ ചെയ്തു. അങ്ങനെ ഒരു ട്രിപ്പിൾ ചാൻസ് കിട്ടി, ഒന്നും കൺവേർട്ട് ചെയ്തില്ല. അതല്ലാതെ റഫീഞ്ഞക്ക് ഒരു ചാൻസ് എങ്ങനെ കിട്ടുന്നുണ്ട്, അതും നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. പക്ഷെ ഒറ്റ ചാൻസ് കൺവേർട്ട് ചെയ്തു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ചാൻസസ് കൺവേർട്ട് ചെയ്തിട്ട് കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാനുള്ള ഒരു പണി എടുക്കണം. ഒരു ഗോളിനാണെങ്കിൽ ഒരു ഗോൾ ജയിച്ചാൽ മതി. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചാൻസ് മിസ്സാക്കുന്നു. അവർക്ക് ഒറ്റ ചാൻസ് കിട്ടിയെന്ന് വിചാരിച്ചു, അതൊക്കെ ചിലപ്പോൾ ബെൻഫിക്ക അടിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഈ ഒരു മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കീ ആയി മാറാൻ പോകുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെഡ്രി തന്നെയാണ്. പെഡ്രിൻ്റെ ചാൻസ് ക്രിയേഷൻ, പിന്നെ ലെവൻഡോസ്കി സ്റ്റെപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. ലെവൽ സ്റ്റെപ്പ് ചെയ്യാം. പിന്നെ ഡിയോങ് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡിയോങ് സ്റ്റാർട്ട് ചെയ്യട്ടെ. സബ്ബായിട്ട് കസാഡോ ഒരു 60 മിനിറ്റിനോ 70 മിനിറ്റിനോ ശേഷം വരട്ടെ. അതായിരിക്കും ചിലപ്പോൾ ബെറ്റർ. പിന്നെ ഓൾമോയും സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം ഓൾമോനെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ മിക്കവാറും ഓൾമോനായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. യമാൽ സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യമാൽ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യമാൽ ക്രിയേറ്റ് ചെയ്യും, യമാൽ ഡ്രിബിൾ ചെയ്യും, ഇതൊന്നും നമുക്ക് സംശയമില്ലാത്ത കാര്യം. പക്ഷേ യമാൽ ഫിനിഷും കൂടെ ചെയ്തിട്ട് ആ ലെവൽ ഒന്നുകൂടെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഓവർ ഹോപ്പ് കൊടുക്കുന്നല്ല, പക്ഷെ ഓവർ ഹൈപ്പ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രതീക്ഷ ആളെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല. പക്ഷെ ആൾ കുറച്ച് സ്കോർ ചെയ്യണം. കാരണം നമുക്ക് മാച്ചിൽ കിട്ടുന്ന ഒരൊറ്റ ക്രൂഷ്യൽ ചാൻസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ യമാലിനായിരിക്കും കിട്ടുക. അപ്പോൾ അത് യമാൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം യമാൽ ഒന്നുകൂടെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയുക, നമുക്കവിടെ അറാഹോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അറാഹോ കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് കുറേ കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ 10 പേരെ ചുരുങ്ങിയോണ്ട് തന്നെ ഡിഫെൻസീവ്ലി അത്രയും കെയർ ചെയ്തൊരു മിഡ് ബ്ലോക്ക് എന്നൊക്കെ ഉള്ള പോലെയൊക്കെ നമ്മൾ കളിച്ചപ്പോൾ അവിടെ കുറേ കൂടി കംഫേർട്ടാണ് നമ്മുടെ അറാഹോ. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് 11 പേരെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹൈലൈൻ ആയിരിക്കും. അപ്പോൾ അവിടെ അറാഹോ പക്കായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു അറാഹോ പ്ലസ് ഇനിഗോ മാർട്ടിനസ് കോംബോ കൃത്യമായിട്ട് വർക്കൗട്ട് ആവണം. അറാഹോ പല സമയത്തും ഓഫ് സൈഡ് ട്രാപ്പ് പൊട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊട്ടരുത്.
അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ഗുഡ്, നമുക്ക് ജയിക്കാം. പിന്നെ സെസനി നല്ല രീതിക്ക് പെർഫോം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. സോ മൂപ്പര് ഡെലിവർ ചെയ്തോളും. പിന്നെ നമ്മളുടെ വിങ് ബാക്സ് ഒക്കെ ടോപ്പ് ക്ലാസ്, ടോപ്പ് ഫോമിലാണ്, ഒന്നും പറയാനില്ല. ടോപ്പ് ഫോമിലാണ് രണ്ടാളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂണ്ടയാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ബാൾഡെ ആണെങ്കിലും നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ത്രെറ്റ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ ഹാൻസി ഫ്ലിക്ക് പ്രോപ്പർ ഗെയിം മാനേജ്മെൻറ്റ് എല്ലാ മാച്ചിലും ചെയ്യുന്നുണ്ട്. കൃത്യസമയത്ത് കസാഡോനെ കൊണ്ടുവരുന്നുണ്ട്, കൃത്യസമയത്ത് ജെറാഡ് മാർട്ടിനെ കൊണ്ടുവരുന്നുണ്ട്, ഫെറാനെ കൊണ്ടുവരുന്നുണ്ട്, എല്ലാം മൂപ്പര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം സെറ്റാണ് ബാഴ്സൻ്റെ സൈഡിൽ. ഇനി മാച്ച് കളിക്കുക, പ്രോപ്പറായിട്ട് ജയിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ ബെൻഫിക്കൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ബെൻഫിക്ക ഒരു ടോപ്പ് സൈഡാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ പ്ലേയേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പർ ആ പോർച്ചുഗലിൻ്റെ ചങ്ങായി, പേര് ഞാൻ മറന്നുപോയി, സെൻറ്റർ ബാക്കായിട്ട് അന്റോണിയോ സിൽവ, ഒറ്റവണ്ടി, കരേറാസ് ഉണ്ട്, അറാഹോ ഉണ്ട് വിങ് ബാക്സിൽ. പിന്നെ ഫൈനൽ തേർഡിലേക്ക് പോകുന്ന സമയത്ത് ഈ റൈറ്റിൽ കളിക്കുന്ന അർട്ടക്കോഗ്ലു എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്, സീൻ പ്ലെയറാണ്. പിന്നെ സ്ട്രൈക്കർ പാവ്ലിദീസ്, പിന്നെ ഇപ്പുറത്ത് കളിക്കുന്ന ഷെൽറപ്പ്. ഇവർ മൂന്നാളും ഭയങ്കര സീനാണ്. ഈ പാവ്ലിദീസ് നല്ലൊരു സ്ട്രൈക്കറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർച്ചുഗീസ് ലീഗിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ടോപ്പ് സ്ട്രൈക്കറാണ് ഈ പാവ്ലിദീസ്. അറിയാലോ, ഫസ്റ്റ് ലീഗിൽ ആൾ നമുക്കെതിരെ ഹാട്രിക് ഒക്കെ അടിച്ചാണ്. സോ പാവ്ലിദീസിനെ പേടിക്കണം. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ആള് പണി തന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഷെൽറപ്പ് വേഴ്സസ് കൂണ്ടെ നല്ലൊരു ബാറ്റിലായിരിക്കും. ഷെൽറപ്പ് ഒരു ടോപ്പ് പ്ലെയറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ്. രണ്ട് ലീഗിലും നമുക്കെതിരെയുള്ള പെർഫോമൻസ് തന്നെ നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. ആൾ നോർവീജിയക്കാരനെങ്ങാനുമാണ്, നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്ന ആളാണ്, നല്ല ത്രെറ്റ് തരാൻ പറ്റുന്ന പ്ലെയറാണ് ഷെൽറപ്പ്. ആൾ പേസിയാണ്, ട്രാൻസിഷനിൽ കില്ലറാണ്, നമ്മൾ ഹൈലൈൻ പൊട്ടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കീ പ്ലെയറാണ് ഷെൽറപ്പ്. സോ ആ പ്ലെയറെ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആൾ പേസിയാണ്, ആൾക്ക് ടേക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാം പറ്റുന്നൊരു പ്ലെയറാണ്. അതേപോലെ ആർട്ടക്കോഗ്ലു, ആൾ അത്യാവശ്യം നല്ല പാസ്സൊക്കെ നമ്മൾ ഡിഫൻസീവിലെയും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മനുഷ്യനാണ്. സോ അതാണ് അവരുടെ ഫൈനൽ തേർഡ് അത്യാവശ്യം ഭയങ്കര ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു ഫൈനൽ തേർഡാണ്. പിന്നെ ഏഞ്ചൽ ഡി മറിയ ഫിറ്റല്ല എന്നാണ് കേൾക്കുന്നത്, സോ ആൾ ഉണ്ടായിരിക്കില്ല. എനിവേ അവിടെ ഷെൽറപ്പ് ഉള്ളത് തന്നെ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്, തടഞ്ഞു നിർത്തുക എന്നുള്ളത്. സോ എങ്ങനെ അത് കൂണ്ട മാനേജ് ചെയ്യുന്നത് നമ്മൾ കണ്ടറിയണം. എനിവേ കുറച്ചധികം റെസ്റ്റൊക്കെ കിട്ടിയതുകൊണ്ട് ആൾ ഫിസിക്കലി ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ കൃത്യമായിട്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്നതിനാണ് വിചാരിക്കുന്നത്. സോ ബെൻഫിക്കൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അവരും നമ്മളെപ്പോലെ ഡയറക്റ്റ് ഈ ഹൈലൈനൊക്കെ ഇട്ട് അറ്റാക്കിങ് മൈൻഡഡ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. സോ അവരെ പേടിക്കുക തന്നെ വേണം. സംഭവം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫേവറേറ്റ്സ് ആണെന്ന് പറയുമ്പോഴും അറിയാലോ, അപ്പോൾ അവരുടെ കരിയറാസൊക്കെ നല്ല രീതിക്ക് കളിക്കുന്ന പ്ലെയറാണ്. ആൾ നല്ല ടോപ്പ് ലെഫ്റ്റ് ബാക്കാണ്. യുണൈറ്റഡിൻ്റെ ആളുടെ മേൽ ബൈബാക്ക് ക്ലോസ് ഒക്കെ ഉണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ട് അറിയണം. എനിവേ ദോർഗ് വന്നുകൊണ്ട് ചിലപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. എനിവേ ആൾ ഒഫെൻസീവ്ലി ആൻഡ് ഡിഫെൻസീവ്ലി അത്യാവശ്യം ബാലൻസ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലെയറാണ്. പിന്നെ അവരുടെ റൈറ്റ് ബാക്കുള്ള അറൗഹോ നല്ല പ്ലെയറാണ്. അവർക്ക് അത്യാവശ്യം നല്ലൊരു മിഡ്ഫീൽഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഡിയാഗോ കോസ്റ്റ എന്ന് തോന്നുന്നു അവരുടെ ഗോൾ കീപ്പർ, നല്ല ഗോൾ കീപ്പറാണ്. എനിവേ നമുക്ക് നമ്മൾ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ബെൻഫിക്കക്കെതിരെ കളിച്ചപ്പോഴും നമുക്ക് ഒരു പ്രാവശ്യം ഡിയാഗോ കോസ്റ്റൻ്റെ മിസ്റ്റേക്കിലൊരു ഗോൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നോക്കുകയാണെങ്കിൽ അവരുടെ സെൻറ്റർ ബാക്കിൻ്റെ മിസ്റ്റേക്കിലൊരു ഗോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അവരങ്ങനെ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ക്യാപിറ്റലൈസ് ചെയ്യുക, നമ്മൾ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക, ബാഴ്സ ക്ലിനിക്കലാവുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു 2-0 ഓർ 2-1 വിക്ടറി ബാഴ്സക്ക് നേടാൻ വേണ്ടി പറ്റും എന്നാണ്. അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ എന്തായാലും വിജയിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്, എന്നാലാണ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ ഹോപ്പ് ബാഴ്സ ഈ ഒരു മാച്ചിൽ വിക്ടറി ഗ്രൈൻഡ് ചെയ്തിട്ട് ഗ്രാൻഡായിട്ട് അടുത്ത ഒരു റൗണ്ടിലേക്ക് പോകും. എനിവേ ലെറ്റ്സ് സീ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മാച്ചിൻ്റെ ജസ്റ്റ് പ്രിവ്യൂ ആയിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനമായിട്ട് ബാഴ്സൻ്റെ ഹോമിൽ ബെൻഫിക്ക ഏറ്റുമുട്ടിയത് 2021 എങ്ങാനും ആയിരുന്നു തോന്നുന്നു. അപ്പം ഒരു 0-0 ആയിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ്. എനിവേ ലെറ്റ്സ് സീ. നമുക്ക് തന്നെയാണ് എഡ്ജ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.